നിങ്ങളെ ഇന്നിവിടെ കണ്ടതിൽ സന്തോഷം. ഹലോ ടീച്ചർ, ഞാൻ നിങ്ങളെക്കാളും എക്സൈറ്റഡ് ആണ്. നിങ്ങളിൽ നിന്നും ഞാൻ ഇന്ന് കമ്പ്യൂട്ടറിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നതെന്ന് എനിക്ക് മുന്നേ അറിയാം. അത് ശരിയാണ്. കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ റിപ്പയറിങ്ങിനെ കുറിച്ചുള്ള നമ്മുടെ ഈ കോഴ്സ് ഇതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കുന്ന ഉടനെ നിങ്ങളെ സഹായിക്കുന്ന അറിവും വിവരങ്ങളും ഒക്കെ നിറഞ്ഞതായിരിക്കും. കാരണം കമ്പ്യൂട്ടറുകൾ എല്ലായിടത്തും ഉണ്ടെങ്കിലും അതെങ്ങനെ ശരിയാക്കണമെന്ന് എല്ലാവർക്കും അറിയില്ലല്ലോ, അല്ലേ? അതെ, തീർച്ചയായും. RCTയുടെ ഈ കോഴ്സ് കഴിഞ്ഞാൽ എനിക്ക് എന്റേതായ ഒരു കമ്പ്യൂട്ടർ റിപ്പയർ ഷോപ്പ് ഇടാമല്ലോ. പക്ഷേ എന്തൊക്കെയാണ് നമ്മൾ ഈ കോഴ്സിൽ പഠിക്കാൻ പോകുന്നത് ടീച്ചർ? ഈ കോഴ്സിൽ ഇലക്ട്രോണിക്സിൻ്റെ അടിസ്ഥാന കാര്യങ്ങളായ അതിൻ്റെ ഭാഗങ്ങൾ, അനലോഗും ഡിജിറ്റലും തമ്മിലുള്ള വ്യത്യാസം തുടങ്ങിയവയൊക്കെ വെച്ചാണ് നമ്മൾ ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞ് കമ്പ്യൂട്ടറിൻ്റെ ചരിത്രം, കമ്പ്യൂട്ടർ ലാംഗ്വേജസ്, അതുപോലെ കമ്പ്യൂട്ടറിൻ്റെ പ്രധാന ഘടകങ്ങൾ എന്നിവയൊക്കെ നമ്മൾ പരിശോധിക്കും. ഇതിനുശേഷം അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈ രീതികളെക്കുറിച്ചും വൈദ്യുതിയുടെ അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ കൂടുതൽ അറിയും. കമ്പ്യൂട്ടറുകളെ മൊത്തത്തിൽ മനസ്സിലാക്കുന്നതിൽ ഇത് നിങ്ങൾക്ക് വളരെ ശക്തമായ അടിത്തറ നൽകും. കുറെ നാളായിട്ട് എനിക്ക് കമ്പ്യൂട്ടറിനെ കുറിച്ചും അതിന്റെ ഉത്ഭവത്തെ കുറിച്ചും പഠിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും രസകരമായ ഒരു ഭാഗമായ അസംബ്ലിങ്ങിലേക്കും ഡിസംബ്ലിങ്ങിലേക്കും നമ്മളെത്തും. ഇതിലൊരു PC എങ്ങനെ അസംബിൾ ചെയ്യുകയും ഡിസംബിൾ ചെയ്യുകയും ചെയ്യാമെന്ന് നമ്മൾ പഠിക്കും. അതിനുശേഷം ബയോസിനെ കുറിച്ചും വ്യത്യസ്ത തരം ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിനെ പറ്റിയും, നിങ്ങളുടെ ഹാർഡ് ഡ്രൈവ് എങ്ങനെ പാർട്ടീഷൻ ചെയ്യാമെന്നും, ഡ്രൈവറുകളും സോഫ്റ്റ്വെയറുകളും ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നും, CPU, മദർ ബോർഡ്, RAM, ROM, ഹാർഡ് ഡിസ്ക് ഡ്രൈവുകൾ എന്നിവയുടെ റോളുകളെ കുറിച്ചും പഠിക്കും. കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ കൂടുതൽ എളുപ്പമാക്കുന്ന ഉപകരണങ്ങളാണ് മോണിറ്റർ, കീബോർഡ്, മൗസ്, പ്രിന്റർ, സ്കാനർ എന്നിവ. ഇവ എങ്ങനെ പ്രവർത്തിക്കാമെന്ന് നിങ്ങൾ പഠിക്കും. വാവ്, ഇത് കേൾക്കാൻ വളരെ നന്നായിട്ടുണ്ട്. ഞാൻ വേറെ എന്തൊക്കെയാണ് പഠിക്കുക? തുടർന്ന് നമ്മൾ കമ്പ്യൂട്ടർ വൈറസുകളുടെയും കമ്പ്യൂട്ടറിലെ ആക്രമണങ്ങളുടെയും പ്രശ്നപരിഹാരത്തിലേക്കും മനസ്സിലാക്കലിലേക്കും കടക്കുന്നു. അത് നമ്മുടെ കാലത്ത് വളരെ പ്രധാനമാണ്. സോഫ്റ്റ്വെയറുകൾ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നും, ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എങ്ങനെ പ്രവർത്തിപ്പിക്കാമെന്നും, വെർച്വൽ നെറ്റ്വർക്ക് കമ്പ്യൂട്ടിംഗ് ബേസ്ഡ് നെറ്റ്വർക്കിംഗ് എങ്ങനെ ചെയ്യാമെന്നും നിങ്ങൾ പഠിക്കും. ഇതെല്ലാം നിങ്ങളെ കമ്പ്യൂട്ടർ ലാംഗ്വേജസിൽ ഒരു പ്രോ ആക്കും. ഇവയിൽ നിങ്ങൾ പ്രാവീണ്യം നേടിക്കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകളുടെ ഏറ്റവും ആകർഷകമായ വശമായ ഇൻ്റർനെറ്റിനെ കുറിച്ച് പഠിക്കുന്നതിലേക്ക് നീങ്ങും. ബ്രൗസറുകളെ കുറിച്ച് അറിയുന്നതിലും ഫയലുകൾ ഡൗൺലോഡ് ചെയ്യുന്നതിലും വൈഫൈ സജ്ജീകരിക്കുന്നതിനായി റൗട്ടറുകൾ എങ്ങനെ കൺഫിഗർ ചെയ്യാമെന്നതിലും ഒക്കെ നിങ്ങളൊരു പ്രോ ആവും. ഇത് വളരെ നന്നായിട്ടുണ്ട്. ഈ കോഴ്സ് തുടങ്ങാൻ എനിക്ക് കാത്തിരിക്കാൻ വയ്യ. അതുകൊണ്ട് കഴിഞ്ഞില്ല. ലാപ്ടോപ്പ് സർവീസിംഗ്, ലാപ്ടോപ്പിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ, ഡ്രൈവറുകൾ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, ട്രബിൾ ഷൂട്ടിംഗ് എന്നിവയെക്കുറിച്ച് നിങ്ങൾ പഠിക്കുന്ന സർവീസിംഗ് ബിറ്റ് ഇപ്പോഴും ബാക്കിയുണ്ട്. CCTV ക്യാമറകൾ, CCTVകളുടെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളെക്കുറിച്ചുള്ള ഒരു ആമുഖം, ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളെന്ന AI എന്നിവയുടെ ഉപയോഗം നോക്കും. RCT ഈ കോഴ്സ് ഉണ്ടാക്കിയതിൽ എനിക്ക് വളരെയധികം അത്ഭുതം തോന്നുന്നു. കാരണം എനിക്ക് ഒരുപാട് ജോലി സാധ്യതകൾ ഈ കോഴ്സ് ഉണ്ടാക്കി തരുമല്ലോ. അതെ, ഇത് തികച്ചും ഗെയിം ചേഞ്ചിങ് ഒരു കോഴ്സാണ്. ഇത് നിങ്ങളെ സ്വയം പര്യാപ്തരാക്കുകയും നിങ്ങളുടെ സ്വന്തം കമ്പ്യൂട്ടർ സ്റ്റോറിൽ ജോലി ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകൾക്ക് നിങ്ങളുടെ അയൽപ്പക്കത്തുള്ള കമ്പ്യൂട്ടർ സ്റ്റോറുകളിൽ നിന്ന് നിങ്ങൾക്ക് നിയമനം ലഭിക്കുകയും ചെയ്യും. കമ്പ്യൂട്ടറുകളെക്കുറിച്ച് യുവതലമുറയെ പഠിപ്പിക്കാൻ നിങ്ങളുടെ അറിവ് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഈ കോഴ്സ് ഇങ്ങനെ നിരവധി ജോലി സാധ്യതകൾ നിങ്ങൾക്ക് തുറക്കുന്നു. എന്തായാലും സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് പ്രധാനമായ ഏണിങ്സ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും. പക്ഷേ ടീച്ചർ, എങ്ങനെയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ഓർത്തു വെക്കുന്നത്? നിങ്ങളെല്ലാം ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ ചാപ്റ്റേഴ്സ് റീപ്ലൈ ചെയ്യാനും പഠിക്കാനും വീണ്ടും പഠിക്കാനും നിങ്ങൾക്ക് അവസരമുണ്ട്. അതാണ് ഈ കോഴ്സിന്റെ ഭംഗി. മനസ്സിലായോ? ഓ, അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സമാധാനമായി. ഈ കോഴ്സിൽ നിന്നും കുറേ കാര്യങ്ങൾ പഠിക്കാനും അതുകൊണ്ട് എന്തെങ്കിലും കാര്യമായി ഉണ്ടാക്കാനും ഞാൻ റെഡിയാണ്. കമ്പ്യൂട്ടറുകളുടെ ലോകത്ത് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് കാണാൻ എനിക്ക് ആകാംക്ഷയുണ്ട്. എന്നാൽ നമുക്ക് കോഴ്സ് തുടങ്ങാം. യെസ് പ്ലീസ്, ഞാൻ തുടങ്ങാൻ തയ്യാറാണ്. ശരി, എല്ലാ ലേണിങ്ങും പുതിയൊരു പാതയിലേക്ക് നിങ്ങളെ നയിക്കുന്ന കമ്പ്യൂട്ടറുകളുടെ ലോകത്തേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാം. റെഡി, സെറ്റ്, ലേൺ.